നമസ്കാരം. ഇന്ന് നമ്മുടെ ചാനലിൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ ചർച്ചാവേദിയുടെ 30ാമത്തെ എപ്പിസോഡാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ചാനലിൻ്റെ ഒരു നാഴികക്കല്ല് തന്നെയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഇംഗ്ലീഷ് ഗ്രാമർ ചർച്ചാവേദിയുടെ 30ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഗോപാലകൃഷ്ണൻ തെക്കേപ്പാട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത് പെർഫെക്റ്റ് ടെൻസുകളെ കുറിച്ചാണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നൊരു ടെൻസ് കൂടി നമുക്ക് വിശദീകരിക്കാനുണ്ട്. അത് ഈ എപ്പിസോഡിൽ ഈ ടെൻസുകളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അതുകൂടി ചേർക്കാവുന്നതാണ്. അപ്പം ഇന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതുവരെ കഴിഞ്ഞ പെർഫെക്റ്റ് ടെൻസുകളെല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെ തെറ്റാതെ ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെയാണ് അവയുടെ ഉപയോഗക്രമം എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? 6 പെർഫെക്റ്റ് ടെൻസുകളാണുള്ളത്. ഒന്നാമത്തത് പ്രസന്റ് പെർഫെക്റ്റ്. നമുക്കിപ്പോൾ അറിയാമായിരിക്കും, പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റ് ആക്ഷൻ അതിൻ്റെ കണ്ടിന്യൂറ്റി ഇപ്പോഴുമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരം ടെൻസ് ആണ്. കഴിഞ്ഞുപോയൊരു ആക്ഷൻ അതിൻ്റെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴുമുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഹാവ് ഫിനിഷ്ഡ് എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്ത് തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴത്. പണ്ടത്തെ അല്ല, ഇപ്പോഴില്ല എന്നല്ല പറയുന്നത്, ഇപ്പോഴുണ്ട്. കഴിഞ്ഞുപോയ കാര്യമാണ്. ഹോംവർക്ക് ചെയ്ത് തീർത്തത് പാസ്റ്റിലാണ്, പക്ഷെ ഇപ്പോഴും അത് എൻ്റെ കയ്യിലുണ്ട് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് ഓർ ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. 2, പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിലുള്ള ആക്ഷൻ അതിനു മുന്നേ വേറൊരു പാസ്റ്റിലുള്ള ആക്ഷൻ. പാസ്റ്റിലുള്ള ആക്ഷൻ കാണും, അതിനു മുന്നേ ഒരു പാസ്റ്റ് കൂടി കാണും. അതായത് ഏർലിയർ പാസ്റ്റിന് മുൻപിലുള്ള പാസ്റ്റിനും മുൻപിലുള്ള പാസ്റ്റിനെ വിശദീകരിക്കാനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഹാഡ് പ്ലസ് V3 ആണ്. ഹാഡ് പ്ലസ് V3 ആണ് നമ്മൾ ഉപയോഗിക്കുക. ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ. ഞാൻ സ്റ്റേഷനിലെത്തി, അതിനു മുമ്പേ ട്രെയിൻ പോയിരുന്നു. ട്രെയിനിലെത്തി എന്ന് ആദ്യം നമ്മൾ പറയാണ്, പക്ഷെ അതിനു മുമ്പ് വേറൊരു ആക്ഷൻ നടന്നു, എന്താ ട്രെയിൻ പോയി. അപ്പോൾ ഈ വേറെ ആക്ഷൻ, അതിനു മുമ്പ് നടന്ന മറ്റൊരു ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഹാഡ് പ്ലസ് V3 അവിടെ ചേർക്കുകയാണ്. ഓർമ്മിക്കേണ്ട ഇതാണ്, 2 ആക്ഷനിൽ പാസ്റ്റിന് മുമ്പുള്ള ആക്ഷനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. ഹാഡ് പ്ലസ് V3 ചേർത്ത് എഴുതുക. ഫ്യൂച്ചർ പെർഫെക്റ്റ് നമ്മൾ പുതുതായിട്ട് പറയുകയാണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഭാവിയിലുള്ള കാര്യമാണ്, നമുക്കറിയാം ഫ്യൂച്ചർ. ഇപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബൈ നെക്സ്റ്റ് മാർച്ച് ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് this course. I will have completed this course. Will have or shall have plus V3. അതൊരു തീരുമാനമാണ് പൊതുവെ. അടുത്ത മാർച്ച് ആകുമ്പോഴേക്കും ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫ്യൂച്ചറിലുള്ള ഒരു കാര്യമാണ്, അതിന് ആ ഫ്യൂച്ചറിലുള്ള കാര്യത്തെ അതിന് തൊട്ട് മുമ്പുള്ള ഫ്യൂച്ചറിൽ നിർത്തും എന്ന് പറയുന്ന ഒരു സൂചനയാണ് അത്. ഫ്യൂച്ചർ അങ്ങേ അറ്റം ഐ വിൽ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ മാത്രം മതി. പക്ഷേ ഞാൻ എന്ത് പറയുകയാണ്? ബൈ ദ എൻഡ് ഓഫ് മാർച്ച് മാസത്തിലെ അവസാനത്തോടെ ഞാൻ പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ടൈം, ഒരു എന്താ പറയുന്ന ഒരു സൂചന അവിടെ തരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ പൊതുവെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കുക. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ നോക്കി, പാസ്റ്റ് പെർഫെക്റ്റ് നോക്കി, ഫ്യൂച്ചർ പെർഫെക്റ്റ് നോക്കി. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം അതിലെന്തുണ്ട്? ഒരു ഡ്യൂറേഷൻ, ഒരു പീരിയഡ് ഓഫ് ടൈം പറയുന്നുണ്ട്. ഒരു പീരിയഡ് ഓഫ് ടൈം പറയുന്ന സമയങ്ങളിലാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. ഫോർ 3 months, സിൻസ് ലാസ്റ്റ് ജാനുവരി, അല്ലേ? കഴിഞ്ഞ ജാനുവരി മുതൽ, അല്ലെങ്കിൽ 3 മാസത്തോളമായി ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് പൊതുവേ നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? I have been teaching English for about 40 years. For about 40 years, 40 വർഷക്കാലമായി, അല്ലേ?
അങ്ങനെ ഒരു പീരീഡ്, ഒരു കാലക്രമം സൂചിപ്പിക്കുന്നെങ്കിൽ ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ്. ഐ ഹാവ് ബീൻ ടീച്ചിങ്. ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ അബൌട്ട് 40 years. 40 വർഷത്തോളമായി ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 40 വർഷത്തോളമായി. അങ്ങനെ ഒരു കാലഘട്ടം പറയുന്ന സമയങ്ങളിൽ മാത്രം നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ മതി. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ, പാസ്റ്റിലുള്ള ഒരു കാര്യമാണ്, ആ പാസ്റ്റിലുള്ള ഒരു ആക്ഷൻ നടക്കുന്ന സമയത്ത് അതിന് മുമ്പായിട്ടൊരു പ്രത്യേക കാലഘട്ടത്തിൽ, അതായത് 3 മാസം മുമ്പായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ ഒരു പാസ്റ്റ് ആക്ഷൻ നമ്മൾ പറഞ്ഞു, ആ പാസ്റ്റ് ആക്ഷന് മുമ്പ് മറ്റൊരു ആക്ഷൻ നടക്കുന്നു. എങ്ങനെ? കുറച്ച് കാലമായിട്ട്, കുറച്ച് നാളായിട്ട്, കുറച്ച് സമയമായിട്ട് നടക്കുന്നു എന്ന് ഒരു ഡ്യൂറേഷൻ സൂചിപ്പിക്കുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹി ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ് ഫോർ ഹാഫ് ആൻ അവർ ബിഫോർ ദ ബസ് അറൈവ്ഡ്. ബസ് എത്തുന്നതിന് മുമ്പ് ഹി ഹാഡ് ബീൻ വെയിറ്റിംഗ് ഹാഫ് ആൻ അവർ. അരമണിക്കൂർ അവൻ കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാര്യമാണ്. കാത്തിരിക്കുകയായിരുന്നു. ബസ് വന്നു, അവൻ പോയി. പക്ഷെ ആ ബസ് വരുന്നതിന് മുമ്പ് അരമണിക്കൂറോളം അവൻ കാത്തിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. He had been waiting for half an hour before the bus arrived. ബസ് എത്തി, പാസ്റ്റ് ടെൻസിൽ മതി. പക്ഷെ അതിന് മുമ്പ് അവൻ കാത്തിരിക്കുകയായിരുന്നു. അരമണിക്കൂറോളം, ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം അവൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ വില്ല്, ഷാല് അറിയാലോ. പെർഫെക്റ്റ് ഹാസ്, ഹാവ് അല്ലേ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ഷാലോ, വിൽ ഹാവ്, ഷാൽ ഹാവ് ഉപയോഗിക്കും. അപ്പോൾ വിൽ ഹാവ് ഓർ ഷാൽ ഹാവ് പ്ലസ് കണ്ടിന്യൂസ് ബീൻ. ബിയുടെ ഫോം വേണം കണ്ടിന്യൂസ് ടെൻസുകളിലെല്ലാം. ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. കണ്ടിന്യൂസിന്റെ മുഖമുദ്ര അതാണല്ലോ. ബി പ്ലസ് വെർബ് പ്ലസ് ing ആണ് കണ്ടിന്യൂസ് ടെൻസുകളുടെ എല്ലാ മുഖമുദ്ര. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ വിൽ, ഷാൽ, ഹാവ്, ബീൻ. വിൽ ഹാവ് ബീൻ, ഷാൽ ഹാവ് ബീൻ, വെർബ് പ്ലസ് ing. ഒരു എക്സാമ്പിൾ പറയാം. നെക്സ്റ്റ് മാർച്ച് ഐ വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ് മൈ 41st year ഓഫ് ഇംഗ്ലീഷ് ട്യൂട്ടോറിയൽ. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന്റെ 41ാമത്തെ വർഷം പൂർത്തിയാക്കും. എപ്പോഴും ബൈ ദ എൻഡ് ഓഫ് 31st മാർച്ച് ഓർ ബൈ ദ എൻഡ് ഓഫ് മാർച്ച് നെക്സ്റ്റ് ഇയർ. ഫ്യൂച്ചറിലാണ്. അടുത്ത വർഷം മാർച്ച് 31 ആകുമ്പോഴേക്കും ഞാൻ 41 വർഷം പൂർത്തിയാക്കിയിരിക്കും. അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ പെർഫെക്റ്റിലെല്ലാം തന്നെ ഒരു എന്താ പറയുന്നത്, 2 ടെൻസുകളുടെ സൂചന ഉണ്ടായിരിക്കും. പ്രസന്റ്, പാസ്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് അതിനു മുമ്പുള്ള പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. പ്രസന്റ്, ഫ്യൂച്ചർ, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇപ്പൊ 2 ടെൻസുകളുടെ സൂചനയായിരിക്കും. അതിൽ ഏത് കാലത്താണോ രണ്ടാമത്തെ ടെൻസ് പറയുന്നത് അതിന്റെ പേരിലാണ് പെർഫെക്റ്റ് ടെൻസ് അറിയപ്പെടുക. പ്രസന്റ് പെർഫെക്റ്റിലെ രണ്ടാമത്തെ ടെൻസ് പ്രസന്റില്, അതിന് മുമ്പത്ത് പാസ്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റില് പാസ്റ്റ്, അതിന് മുമ്പൊരു പാസ്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. അപ്പൊ പേരറിയപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പൊ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ശരിക്കും ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് ആർക്കെങ്കിലും പ്രയോജനപ്പെടുമോ. പക്ഷേ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്നുണ്ട്, ഒരുപാട് പേർക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇത് ഇത്തരത്തിൽ തന്നെ മറ്റുള്ളവർക്ക് കൂടി ആത്മവിശ്വാസം പകരുന്ന രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ, എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തേക്ക് വിടാം. ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റ് രസകരമായ ഓരോ ഗ്രാമർ എപ്പിസോഡുകൾ നമുക്ക് പരിചയപ്പെടാം. താങ്ക് യു.